ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മദിനത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ മാസം 4-ാം തീയതി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ധാരാളം പേരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പേരുകളും അവരുടെ സ്ഥലവുമാണ് നമ്മൾ ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി അവരുടെ നിയോഗങ്ങൾ അവർ അമ്മയുടെ പക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഓരോ വ്യക്തിയുടെയും പേരും സ്ഥലവും ഇവിടെ ഉച്ചരിക്കുമ്പോൾ അവരോടൊപ്പം, ആ പേരും സ്ഥലത്തോടൊപ്പം അവരുടെ നിയോഗവും നമ്മൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. പരിശുദ്ധമായ ബലിയിലാണ് സമർപ്പിക്കുന്നത്. അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഈശോയുടെ തിരുച്ചോരയാൽ അവ മുക്കി അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായ വിശുദ്ധിയോടുകൂടി നൈർമല്യം നിറഞ്ഞ മനസ്സോടുകൂടി അർപ്പിക്കുന്ന ഓരോ അപേക്ഷകളും കർത്താവ് സാധിച്ചു കൊടുക്കും എന്ന വലിയ വിശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. വടക്കും ഭാഗം പരിശുദ്ധ അമ്മയോടാണ് ഇപ്പോൾ ധാരാളം പേർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ പേര് തന്നപ്പോൾ തന്നെ അവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടിയതായിട്ട് കൃതജ്ഞത പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജും അയച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം അമ്മ ജീവനോടുകൂടി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കിപ്പോൾ ഒരു രൂപമാണ്, എന്നാൽ ഈ രൂപം അമ്മയെ പ്രതിനിധാനം ചെയ്യുകയാണ്. ജീവനോടുകൂടി അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഒരു അമ്മയുടെ മുമ്പിൽ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് തൻ്റെ ആവശ്യം ഉണർത്തിക്കുമ്പോൾ ആ അമ്മ സ്നേഹമുള്ള അമ്മ, ആ കുഞ്ഞിൻ്റെ വളർച്ചയെ ആഗ്രഹിക്കുന്ന അമ്മ, അവൻ അല്ലെങ്കിൽ അവൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മ ആ കുഞ്ഞിനെ, കരയുന്ന കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് വയ്ക്കും. അതേ അനുഭവം തന്നെയാണ് ജീവനോടുകൂടിയുള്ള സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അമ്മയായ യേശുവിൻ്റെ അമ്മയായ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ആ അമ്മയുടെ മുമ്പിൽ നമുക്ക് ഇനിയും കുറേ അധികം പേരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അവരുടെ പേരുകളും അവരുടെ സ്ഥലവും വായിക്കാനുണ്ട്. നമ്മളിപ്പോൾ അത് വായിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലൂടെ അനേകം പേര് നിയോഗങ്ങളും പേരുകളും അവരുടെ സ്ഥലവുമൊക്കെ എഴുതി അയക്കുന്നുണ്ട്. അവരോട് എൻ്റെ അപേക്ഷയാണ്, ഫേസ്ബുക്കിൽ എഴുതി അയക്കുന്നത് ഞാൻ കാണാറില്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ തന്നെ കിടപ്പുണ്ട്. വാട്സപ്പിലൂടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും എഴുതി അറിയിക്കുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് കുറേ എളുപ്പം. പെട്ടെന്ന് തന്നെ എൻ്റെ നോട്ട്ബുക്കിലോട്ട് പകർത്തുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മുഴുവൻ സമയവും ഞാൻ വാട്സപ്പ് ഓൺലൈനിൽ തന്നെയാണ്. എൻ്റെ കൈ എഴുതി എൻ്റെ കൈ കുഴഞ്ഞു, നോക്കി എൻ്റെ കണ്ണു തളർന്നു. എങ്കിലും വളരെ ഒരു സന്തോഷം. ഇന്ന് മരിച്ചാലും എനിക്ക് വളരെ സന്തോഷം. കാരണം എനിക്ക് ഇത്രയെങ്കിലും ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ചെയ്യുവാൻ കഴിഞ്ഞല്ലോ, കുറേ അധികം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഒരു പുരോഹിതൻ്റെ കടമയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ആവശ്യപ്പെടുന്ന മക്കളും അല്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരു പുരോഹിതൻ്റെ കടമ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്നോർക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ക്ഷീണം അത് എനിക്ക് വലിയ ക്ഷീണമായിട്ട് തോന്നുന്നില്ല. മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ആനന്ദം, ഒറ്റ സങ്കടമേ ഉള്ളൂ. ഫേസ്ബുക്കിലൂടെ എഴുതി അയക്കുന്ന സഹോദരങ്ങളുടെ പേരും സ്ഥലവും എനിക്ക് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് എൻ്റെ പോസ്റ്റിൽ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കും. നമ്മൾ ഈ പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ നമ്മൾ തുടരും. സെപ്റ്റംബർ 9-ാം തീയതി മുതൽ പിന്നെ അങ്ങനെ പേര് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടാവുകയില്ല. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഇടവകയിലേക്ക് ബലിയർപ്പണത്തിലേക്ക്
പങ്കുകൊള്ളാൻ വരുന്ന സഹോദരങ്ങൾ നമ്മൾ മാനിക്കണം. അവർക്ക് പല ജോലികളും ഉള്ളതാണ്. അപ്പോൾ നേരത്തെ തീർത്തെങ്കിൽ മാത്രമേ അവർക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് ഒരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട്, അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളായതുകൊണ്ടും അമ്മയോട് ഈ ദിവസങ്ങളിൽ ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മെ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പേരുകൾ ഇവിടെ വായിക്കുകയാണ്. അതുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ സെപ്റ്റംബർ 8-ാം തീയതി കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. 8-ാം തീയതി കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആകും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിക്കാം, എന്നോട് സംസാരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യാം. ബിഷപ്പ് കാൾ ബോർഷ്, ഫാദർ ബോസ്കോ ഞാലിയാത്ത്, സിസ്റ്റർ ക്രിസ്റ്റി SABS, ജിസ് പീറ്റർ, ബെന്നി തോമസ് എന്നിവർക്ക് വേണ്ടിയും അമേരിക്കയ്ക്ക് വേണ്ടിയും നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. കോട്ടയം സ്വദേശികളായ എൽമ ജോസഫ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയും, ജോസ് ജോസഫ് ദൈവികതയിൽ വളരുന്നതിന് വേണ്ടിയും, ഹിലാരിയോസ്, വിമല ക്ലീറ്റസ് എന്നിവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായും, ബാസ്റ്റിൻ ജോൺ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടിയും, യേശുദാസന്റെ മദ്യപാനം മാറി കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും, പരേതനായ ശക്തികുളങ്ങര സ്വദേശി ജെറോം പയസിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയും, പരേതരായ ആന്റണി, ലേന, ഫാദർ ജോസഫ് പുത്തൻപുര എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ചിലർ വിചാരിക്കും, അച്ഛൻ ഈ പേരുകൾ പ്രത്യേകം എടുത്ത് എപ്പോഴും അവരുടെ നിയോഗങ്ങൾ പോലും പറയുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തോന്നും. ഇവർ പള്ളിക്ക് പണം അടച്ചിരിക്കുകയാണ്. ഇങ്ങനെ 50 ദിവസത്തേക്ക് പണം അടച്ചിരിക്കുകയാണ്. അപ്പോൾ 50 ദിവസവും നമ്മൾ അവരുടെ പേരുകളും അവരുടെ നിയോഗങ്ങളും ചൊല്ലി വേണം പ്രാർത്ഥിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ പേരുകൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. നമ്മൾ ഇനി മാതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന സഹോദരങ്ങളുടെ പേരുകളും സ്ഥലവും വായിക്കുകയാണ്. നിങ്ങളുടെ പേരും സ്ഥലവും എൻ്റെ അധരങ്ങളിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും, പക്ഷേ വിശ്വസിക്കുക, ഈശോയാണ് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ഈ ബലിവേദിയിൽ നിന്നും വിളിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഈശോ വളരെയധികം താല്പര്യം കാട്ടുന്നു. കാരണം നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈശോയുടെ അമ്മയാണ്. ഈശോയുടെ അമ്മയെ ആരെങ്കിലും സ്നേഹിച്ചാൽ അത് ഈശോയെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ വ്യക്തിയെ ഈശോ അധികമായി സ്നേഹിക്കും, മറ്റുള്ളവരെക്കാളും അധികമായി സ്നേഹിക്കും. അതുകൊണ്ട് അമ്മ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അത് വചനം തന്നെയാണ്, ബൈബിളിലെ വചനം തന്നെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. മക്കളെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം, നിങ്ങളുടെ രോഗം, കടബാധ്യത, സഹനം, ഇത് നാളത്തേക്ക് നിങ്ങളുടെ സൗഭാഗ്യമാക്കി എൻ്റെ മകൻ മാറ്റിത്തരും. ഇന്നത്തെ നിങ്ങളുടെ ഈ സഹനത്തിലും വേദനകളിലും നിങ്ങൾ എന്നിൽ നിന്നും അകലുകയോ എൻ്റെ പുത്രനിൽ നിന്നും അകലുകയോ ചെയ്യരുത്. പിശാചിൻ്റെ പ്രലോഭനത്തിൽ നിങ്ങൾ വീണു പോകരുത്. നിങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അനുതാപത്തോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരു പക്ഷേ എൻ്റെ മകൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മരണം വരെ, നിങ്ങളുടെ അവസാന ശ്വാസം ഉള്ള നിമിഷം വരെ നിങ്ങൾ ഈ കടബാധ്യതയിലൂടെയും സഹനത്തിലൂടെയും രോഗത്തിലൂടെയും പീഡനത്തിലൂടെയുമാണ് കടന്നു പോകേണ്ടതെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അപ്രകാരമുള്ള ജീവിതത്തിന് നിങ്ങൾ സ്വയം സമർപ്പിക്കുക. കാരണം ഈ ലോക ജീവിതം നിസ്സാരമാണ്, അത് നൈമിഷികമാണ്, പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. എന്നാൽ അത് കഴിയുമ്പോൾ ഒരു ജീവിതമുണ്ട്, പരലോക ജീവിതം. ആ ജീവിതം നിരന്തരമായി നിലനിൽക്കുന്നതാണ്. നിരന്തരമായി നിൽക്കുന്ന ആ പരലോകത്തിൽ, സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ ആത്മാവ് ആഘോഷിക്കണമെങ്കിൽ ഇന്നത്തെ സങ്കടം നാളത്തെ സൗഭാഗ്യമാകും എന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ ആയിരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ വിമല ഹൃദയത്തിൽ
ഞാൻ നിങ്ങളെ പ്രതിഷ്ഠിക്കും, നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇതാണ് അമ്മ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിഷ മരിയ ജോസഫ് ആലപ്പുഴ, സൂസൻ ബെന്നി പടനിലം, മേരി ശോഭ പെരുമൺ മുണ്ടയ്ക്കൽ, ആൻസി മേരി മുട്ടം അരിനെല്ലൂർ, സിറിൽ കൊച്ചുപറമ്പിൽ വടക്കും ഭാഗം, എൽസി കൊച്ചുപറമ്പിൽ വടക്കും ഭാഗം, പീറ്റർ ഡാമിയൻ വടക്കും ഭാഗം, ആരോഗ്യമേരി വടക്കും ഭാഗം, സാങ്ത മരിയ വടക്കും ഭാഗം, അനിത UK, കുഞ്ഞുമോൾ കുവൈറ്റ്, പിൻഹീറോ എറണാകുളം, ജോസഫ് ജോർജ് ആലപ്പുഴ, മേരി ഗ്ലാഡിസ് അയത്തിൽ, മേരി ഏഞ്ചൽ പള്ളിത്തോട്ടം, ഷീല സ്വിറ്റ്സർലൻഡ്, സൈറ നോർത്ത് പരവൂർ, മഞ്ചേഷ് ജോൺസൺ ജോൺ ഏറ്റുകുടുക്ക കണ്ണൂർ, ജോസഫ് വർഗീസ് സൗത്ത് കളമശ്ശേരി, റിൻസി ബത്തേരി വയനാട്, നിഷ വയനാട്, സന്ധ്യ സജി ഇസ്രായേൽ, രജീഷ് സൗദി അറേബ്യ, ആശ മേരി വയനാട്, ഹേമ കൊല്ലം, സിന്ധു കണ്ണൂർ, എൽസമ്മ ക്ലീറ്റസ് മാവേലിക്കര, ഷമീറ അടൂർ, ബിജോ കടുമേനി കാസർഗോഡ്, ലീന മോൾ വെളിയനാട് ആലപ്പുഴ, ലിൻസി മോൾ വെളിയനാട് ആലപ്പുഴ, രാജീവ് ദളവാപുരം, ജോസഫ് അരവിള, സിന്ധു അരവിള, റാണി വർഗീസ് UK, സിമ്മി ചെറിയാൻ കോട്ടയം, നെൽസൺ വടക്കും ഭാഗം, ജീന സ്റ്റാൻലി കൊല്ലം, മേബിൾ ഗ്രേഷ്യൻ കോയിവിള, ബോബിൻ തോമസ് ഉദയഗിരി കണ്ണൂർ, ബിൻസി വിജയവാഡ ആന്ധ്രാപ്രദേശ്, ആദം അനിൽ വിനീത പെരുമൺ മുണ്ടയ്ക്കൽ, സ്മിത മോൾ TP ചേർത്തല, അഞ്ജലി റോബിൻ പെരിനാട് കൊല്ലം, സജി പത്തനാപുരം, ഫെലിസിത്ത ജോസഫ് ശക്തികുളങ്ങര, ജിനോയ് വയനാട്, ലൗസി രാജസ്ഥാൻ, ജിൽസി ജെ കൊല്ലം, ലൂർദ് ജോസഫ് അരവിള, സിതി റോസി റോം ഇറ്റലി, ഫ്ലവി നീണ്ടകര, ജസ്റ്റീന തെക്കും ഭാഗം, വിൽസൺ A അയത്തിൽ, ഡേവിഡ് പീറ്റർ പള്ളിത്തോട്ടം, ഗ്ലാഡ്വിൻ അയത്തിൽ, ഗ്ലാഡിസൺ അയത്തിൽ, തെരേസ എറണാകുളം, അൽഫോൺസ പോൾ മാവേലിക്കര, സീമ ജോൺസൺ തൊടുപുഴ, സാറ ജയാമോൻ പെരുമ്പളം, സിജി ജോസഫ് ശക്തികുളങ്ങര, ഷീല ആറ്റിങ്ങൽ, സാബിയ സിബു കൊല്ലം, ജാക്വിലിൻ അഗസ്റ്റിൻ മുക്കാട്, വിപിൻ കൊല്ലം, ജൂബി വർഗീസ് തിരുവല്ല, ജോബി ഫിലിപ്പ് നീണ്ടൂർ കോട്ടയം, ആന്റണി റിച്ചാർഡ് വടക്കും ഭാഗം, സ്മിത ജിജോ കഞ്ഞിക്കുഴി ഇടുക്കി, ദീപ്തി കാവാലം, ജസീന്ത ആശ്രാമം, തമ്പാൻ സാമുവേൽ വെട്ടിയാർ മാവേലിക്കര, ദിവ്യ വിൻസൻ നെയ്യാറ്റിൻകര, സംഗീത KV ഇരിമ്പനം, രഞ്ജു ഇരവിപുരം, ദിവ്യ തോമസ് കൊല്ലം, ജലജ പോൾ മണക്കോടി തൃശൂർ, ശൈലജ രാജൻ പെരുമൺ മുണ്ടയ്ക്കൽ, റിന്നി കണ്ണൂർ, വികാസ് വിക്ടർ തൃശൂർ, ലിഷ ഫിലിപ്പ് ജസ്റ്റിൻ ഓസ്റ്റിൻ കണ്ണൂർ, സലീന മനോജ് പട്ടകടവ്, അഞ്ജിത ലിജോ അങ്കമാലി, ബിന്ദു തൃക്കുന്നപ്പുഴ, ജോമി ജോസഫ് ഇലഞ്ഞി, സന്ധ്യ മൂതാക്കര, സോജ ജെറോം വടക്കും ഭാഗം, അതുല്യ അനീഷ്, എയ്ഡൻ സാവ്യോ, എയ്ഡ ആൻഡ് തെരേസ ചുള്ളിമാനൂർ തിരുവനന്തപുരം, തോമസ് ദുബായ്, ബിന്ദു സജായി ഇടുക്കി, അമല ജാക്സൺ കുമ്പളം, സിന്ധു വാണിയക്കോട്,
ലിൻസി ജെബിൻസൺ താന്നി, ജെസ്സി തോമസ് ജോമോൻ ഇടുക്കി, നെൽസൺ രാജൻ പെരുമൺമുണ്ടക്കൽ, ലിനു ജെയിംസ് പള്ളുരുത്തി കൊച്ചി, ആശ റിനുജിത്ത് നെല്ലിവിള തിരുവനന്തപുരം, ഷാജി ഏലിയാസ് മയ്യനാട്, മേരി മനോജ മയ്യനാട്, ആൻ റിയ മയ്യനാട്, ആന്റണി വാട്സൺ മയ്യനാട്, മോനച്ചൻ ജോസ് എരുമേലി കോട്ടയം, അനീറ്റ അഷ്ടമുടി, മാത്യു ജോസഫ് രാജമുടി ഇടുക്കി, നീനു രാജ് റായ്പൂർ ഛത്തീസ്ഗഡ്, ജെസ്സി രാജൻ മഹാരാഷ്ട്ര, സാഞ്ചോ സതീഷ് വടക്കും ഭാഗം, കീർത്തി വടക്കും ഭാഗം, രേഖ സനിൽ വെള്ളിമൺ, ദീപ്തി കൊല്ലം, റവറൻ സിസ്റ്റർ വിജയ MSST, ബീന ജിജോ സൗദി, ജിജോ മാത്യു ഖത്തർ, ആഷ്ന ജെറോം വടക്കും ഭാഗം, ലിജോ ജോയ് കൂവപ്പള്ളി, ദിബു ജേക്കബ് സൗദി അറേബ്യ, ബോസ് പട്ടകടവ്, പട്രീഷ്യ മുണ്ടക്കൽ, ട്രീസ ജോർജ് ഇരവിപുരം, ജോസി ശക്തികുളങ്ങര, അക്ഷയ് പടപ്പക്കര, ജോൺ ദിവ്യ കൊല്ലം, ലേഖ കൊല്ലം, സുനിത ജോബി കോട്ടയം, മേരി ആന്റണി കോട്ടയം, ജോബി ജോസഫ് കോട്ടയം, ആലീസ് വടക്കും ഭാഗം, അലീന ഇടുക്കി, KM ആന്റണി കോട്ടയം, ചിന്നമ്മ ആന്റണി കോട്ടയം, MP പോൾ വടക്കും ഭാഗം, ജെസ്സി പോൾ വടക്കും ഭാഗം, പ്രേംജിത്ത് പോൾ വടക്കും ഭാഗം, പ്രീത കോയിവിള, പ്രവീണ കുരീപ്പുഴ, രമ്യ പാവുമ്പ, ഇവാനിയ പാവുമ്പ, എഡ്ന മേരി പാവുമ്പ, ഇവാൻ ക്രിസ് പാവുമ്പ, റജീന പോൾ കാവനാട്, ജോസ് റോയ് ശക്തികുളങ്ങര, സുരേഷ് ബെർണാഡ് മൂതാക്കര, ഷീലമ്മ പുത്തൻപള്ളി, അനില കോയിവിള, ആൻ സെബാസ്റ്റ്യൻ അൽഫോൺസ് സെബാസ്റ്റ്യൻ മയ്യനാട്, ജോയ് തലയോലപ്പറമ്പ് കോട്ടയം, അലക്സ് ബാബു കൊല്ലം, ജിഷ അരിനെല്ലൂർ, IC മനോജ് മുലകുളം, ജോസ് തോപ്പ്, സ്മിത സോളമൻ കരിക്കുഴി, അഞ്ജന തഴുതല, ജസ്ബിൻ ജെ കൊട്ടിയം, അനിത കുവൈറ്റ്, സെലിൻ പെരുമൺ, സ്റ്റെയിൻ തൃശൂർ, ജോർജ് തൈപ്പറമ്പിൽ വയനാട്, ജാൻസി ഇരവിപുരം, മാർഷൽ ഇരവിപുരം, ലെക്സി UAE, ഗോപൻ കൊല്ലം, മോൺസി വർഗീസ് നിരണം, മോനി വർഗീസ് നിരണം, വർഗീസ് നിരണം, പ്രിൻസ് നെപ്പോളിയൻ വടക്കും ഭാഗം, അതുൽ പാലൂർക്കാവ്, ബ്രദർ ക്ലിൻറ്റൺ മുക്കാട്, റീജോ ജോസ് ഇരിഞ്ഞാലക്കുട, ടിൻഡു ആൽബിൻ കാനഡ, ഷൈനി ടൊറോണ്ടോ കാനഡ, വിനോദ് ടൊറോണ്ടോ കാനഡ, ജോബി എബ്രഹാം കാക്കനാട്, ഹെൻറിസൺ കാനഡ, പ്രിൻസ് ഷാർജ, ഷിബുരാജ് കോയിവിള, ഷീല ക്ലീറ്റസ് കോയിവിള, സിബി ജോസഫ് ചേർത്തല, സണ്ണി പീറ്റർ വടക്കും ഭാഗം, സച്ചിൻ സണ്ണി വടക്കും ഭാഗം, ബോണി ആന്റണി കോവിൽത്തോട്ടം, സുജ സണ്ണി കോവിൽത്തോട്ടം, ജോയ്സി ജോയ് വടക്കും ഭാഗം, ഉഷ അനിൽകുമാർ ലണ്ടൻ, ജോസഫ് ഇരിട്ടി കണ്ണൂർ, മേരി ഡോൾബി വടക്കും ഭാഗം, മേരി ലിയ മാവേലിക്കര, മേരി ദിയ മാവേലിക്കര, ബിന്ദു രാജീവ് ഓച്ചിറ, ലോറൻസിയ കാക്കോട്ടുമൂല, സന്ധ്യ ജോയ് വടക്കും ഭാഗം, ബെന്നി ജോർജ് മുതലക്കോടം, ജോസ് MP കാഞ്ഞാണി തൃശൂർ, സിസി ജോയ് രാമൻകുളങ്ങര, ബിബിൻ ജോസഫ് പട്ടകടവ്, ഡാനിയൽ ബാംഗ്ലൂർ, മറിയം ബാംഗ്ലൂർ, ജോർജ് എറണാകുളം, മറിയം എറണാകുളം, വയലറ്റ് അരവിള, മേരി ജോസഫ് കുളങ്ങര ഭാഗം, ജാക്സൺ
കുളങ്ങര ഭാഗം, ടെലസ്പർ നടുവത്തുചേരി, സ്റ്റെല്ല നടുവത്തുചേരി, സാജൻ സണ്ണി വടക്കും ഭാഗം, ആന്റണി ആസ്റ്റിൻ ചിറ്റൂർ വടുതല, ഷിജി ചിറ്റൂർ വടുതല, ജോഷി ജോർജ് ചിറ്റൂർ വടുതല, ബിന്ദു രാജു പെരുമൺമുണ്ടക്കൽ, സ്മിജോ അബ്രഹാം വിമലഗിരി ഇടുക്കി, സ്മിനു എബ്രഹാം വിമലഗിരി ഇടുക്കി, അനിൽ അനീഷ് റോബിൻസൺ സിറിൽ, ആൽബർട്ട് ഇടപ്പാളയം ആര്യങ്കാവ്, മോളി ജോസ് പാലക്കാട്, ചിന്നമ്മ മാത്യു വയനാട്, ഷിജി അനീഷ് കട്ടപ്പന, സുമ ജോയ് അരിനെല്ലൂർ മുട്ടം, റെവറൻ സിസ്റ്റർ റീറ്റ ജോമോൾ ഉടുപ്പി, ബ്രദർ ജാക്സൺ വടക്കും ഭാഗം, ബീന സെൻസില ബോസ് പെരുമൺമുണ്ടക്കൽ, ബിൻസി സുമേഷ് പെരുമൺമുണ്ടക്കൽ, രഞ്ജിത്ത് ജത്തൂസ് കൊച്ചി, ലിവിൻ ഡേവിസ് മലയാറ്റൂർ, ജോയിസ് എം പെരുമൺമുണ്ടക്കൽ, ബീന സുനിൽ ചവറ, അജി ജോർജ് കൊല്ലം, മിനി തോമസ് പാമ്പാടി കോട്ടയം, പ്രിൻസി നിക്സൺ തങ്കശ്ശേരി, പ്രേംകുമാർ വടക്കും ഭാഗം, സോണിയ പനമരം വയനാട്, ജിജി സുനിൽ പെരുമൺ, റോയ്സ് കറിയ കട്ടപ്പന, ബെന്നു കുവൈറ്റ്, സുജ അജീഷ് ഇടുക്കി, ലിമ്മ ജോൺസൺ തിരുവല്ല, റേച്ചൽ ലിയോൺ തോപ്പ്, ഷീജ രാജു പോർട്ടുകൊല്ലം, ഷേർലി ആന്റണി പോർട്ടുകൊല്ലം, സുനി ബാബു ബാംഗ്ലൂർ, പുഷ്പം ക്ലീറ്റസ് വിഴിഞ്ഞം, ഐന റോബർട്ട് ഒച്ചന്തുരുത്ത്, ഹിൽഡ തങ്കശ്ശേരി, ബിജി മോസസ് മൈലക്കാട്, ജോസ്ന അപ്പു മാളു അമ്മു ഇടക്കൊച്ചി, നിഷ റോജി പെരുമൺമുണ്ടക്കൽ, ബീന വർഗീസ് കറുകുറ്റി എറണാകുളം, ഷാൻഡി ജോസ് മുട്ടം തൊടുപുഴ, ജിഷ ശാസ്താംകോട്ട, ഷീന ഷിജു പാല, മേരി ദേവസ്യ ചേർത്തല, റോയ് ജോസഫ് കർണാടക, ലീന ടൈറ്റസ് കോയിവിള, ടിനി മുക്കാട്, ജിജി ഷാജി പെരുമൺ, ത്രേസ്യ ജോസ് തെക്കുംഭാഗം, വിനീത ജെറി ഇരവിപുരം, വിജി കൊട്ടിയം, ജോസ് ജോർജ് പാലക്കാട്, അന്നമ്മ വർഗീസ് കുവൈറ്റ്, ഷിബു തോമസ് നോർത്ത് പരവൂർ, സോജൻ ജേക്കബ് മാഞ്ഞാലി, ടെറി ജോൺ മസ്കറ്റ്, ശ്രീത കുവൈറ്റ്, ജോർജ് കുട്ടി വലിയ പെരുമ്പുഴ, സൂസി വലിയ പെരുമ്പുഴ, എൽ സി ബാബു കാഞ്ഞിരമറ്റം, ബിന്ദു ഡി എസ് തിരുവനന്തപുരം, സിഗ്മ പട്ടത്താനം. നമ്മൾ ഇന്ന് വായിച്ചത് 776 മുതൽ 1043 വരെയുള്ള സഹോദരങ്ങളുടെ പേരുകളും സ്ഥലങ്ങളുമാണ് വായിച്ചത്. ഈ സഹോദരങ്ങളുടെ നിയോഗങ്ങളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വായിച്ച 775 വ്യക്തികളുടെ നിയോഗങ്ങളും, അങ്ങനെ മൊത്തം 1043 നിയോഗങ്ങളെയും ഒരുമിച്ച് ഈ അൾത്താരയിൽ വളരെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ വിമല ഹൃദയ മാധ്യസ്ഥം വഴിയായി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തു ഞങ്ങളെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്തുവല്ലോ. ഞങ്ങളെല്ലാവരും അവനിൽ ഒന്നായിത്തീരുന്നതിന് വേണ്ടിയാണല്ലോ. ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണല്ലോ അപ്രകാരം ഈശോ ചെയ്തത്. അവിടുത്തെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ഞങ്ങളെ പിശാച് പലപ്പോഴും ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴ്ത്തുകയും ഞങ്ങൾ ഈശോയുടെ സ്നേഹത്തിൽ നിന്നും ദൈവകൽപ്പനകളിൽ നിന്നും തിരുസഭയുടെ കൽപ്പനകളിൽ നിന്നും ഞങ്ങൾ അകന്നു പോവുകയും ഞങ്ങളുടെ സഹോദരങ്ങളോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യത്തോടും കൂടിയും മറ്റുള്ളവർക്കെതിരെ പിറുപിറുത്തം പരദൂഷണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ പ്രവേശിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഞങ്ങൾ കെടുത്തുന്നുവല്ലോ. ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയും ഈ നിമിഷം ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്കായി യാചിക്കുകയും ചെയ്യുന്നു. സ്നേഹപിതാവേ, അങ്ങയുടെ കരുണ ഞങ്ങളിൽ നിറയ്ക്കണമേ, ഞങ്ങളിൽ വർഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ അനേകം പേർ 3 നിയോഗങ്ങളും 2 നിയോഗങ്ങളും 1 നിയോഗവും പല നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ധാരാളം പേർ ഉണ്ടെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. വടക്കും ഭാഗം പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഏതൊക്കെ സഹോദരങ്ങളാണോ, ഏതൊക്കെ മക്കളാണോ വിശ്വാസത്തോടുകൂടി അപേക്ഷകൾ, നിയോഗങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. അവരെ ദയാപൂർവം നോക്കണമേ. ഈ അൾത്താരയിൽ നിന്നും ഞങ്ങൾ വിളിച്ചു പറഞ്ഞ എല്ലാ മക്കളുടെയും പേരുകളും അവരുടെ സ്ഥലവും അവരുടെ നിയോഗങ്ങളും മാത്രമല്ല, ഞങ്ങൾ വിളിച്ചു പറയാത്ത ധാരാളം മക്കളുണ്ട്, അവരുടെ നിയോഗങ്ങളുണ്ട്. അവരെ കൂടി അങ്ങ് പ്രത്യേകം പരിഗണിക്കണമേ പിതാവേ. അങ്ങനെ ഈ മക്കളുടെ കണ്ണുനീരിന്, അവരുടെ വേദനകൾക്ക്, അവരുടെ പ്രയാസങ്ങൾക്ക്, അവരുടെ ദുരിതങ്ങൾക്ക്, ദുരന്തങ്ങൾക്ക്, സഹനങ്ങൾക്ക്, കടബാധ്യതകൾക്ക്, അവരുടെ രോഗപീഡനങ്ങൾക്ക്, സകലദിനം എന്തൊക്കെ വിഷമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തൊക്കെ ആവശ്യമാണോ ഈ നിമിഷം അവർ അപേക്ഷിച്ചിട്ടുള്ളത്, അവയെല്ലാം അങ്ങ് പ്രത്യേകമായി ശ്രവിക്കണമേ, അവയെ ആശീർവദിക്കണമേ. അങ്ങയുടെ ന്യായവും നീതിയും യുക്തവും ആ മക്കളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ എല്ലാ പ്രവർത്തന മേഖലകളിലേക്കും അവരുടെ നിയോഗങ്ങളിലേക്കും അങ്ങ് ചൊരിയണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ അമ്മയിൽ വാത്സല്യം നിറഞ്ഞവരെ, ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 13 വരെ പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ നാമത്തിലുള്ള തിരുനാൾ ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു. ഒക്ടോബർ 1-ാം തീയതി കൊടികയറ്റും, ഒക്ടോബർ 13-ാം തീയതി കൊടിയിറക്കും. ഈ 13 ദിവസവും
പെരുന്നാൾ ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുള്ള സഹോദരങ്ങൾ മുന്നോട്ട് വരിക. പണം ചോദിക്കില്ല. നിങ്ങൾക്ക് പേരുകൾ തരാം, നിങ്ങളുടെ നിയോഗങ്ങളും തരാം. നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എത്രയാണോ നിങ്ങൾക്ക് സംഭാവനയായിട്ട് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് നൽകാം. കഴിഞ്ഞ മെയ് 1 മുതൽ 13 തീയതി വരെ പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ ആദ്യത്തെ തിരുനാൾ ഈ ഇടവകയിൽ നടത്തിയിരുന്നു. ഇത് കൊച്ചു പെരുന്നാളാണ്. ഒക്ടോബർ മാസം കൊച്ചു പെരുന്നാൾ. വലിയ പെരുന്നാൾ എല്ലാ വർഷവും മെയ് മാസം, കൊച്ചു പെരുന്നാൾ ഒക്ടോബറിൽ നടത്തുന്നു. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എത്ര പണമാണോ നിങ്ങൾ സംഭാവനയായിട്ടും നേർച്ചയായിട്ടും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിൻ്റെ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നൽകുകയാണെങ്കിൽ ഈ ഇടവകയുടെ പൊതുവായ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അവയൊക്കെ നല്ല രീതിയിൽ നിർവഹിക്കുവാനും പൂർത്തിയാക്കുവാനും സാധിക്കും. ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്നലെ തന്നെ 20 പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അവരെല്ലാവരും പല സ്ഥലങ്ങളിൽ പുറത്തുള്ളവരാണ് 20 പേരും. നിങ്ങൾ മറ്റ് സഹോദരങ്ങളെ കൂടി അറിയിച്ച് എത്ര പേര് വന്നാലും, അതിന് ഹൈന്ദവ സഹോദരങ്ങൾ വന്നാലും മുസ്ലിം സഹോദരങ്ങൾ വന്നാലും ക്രൈസ്തവരിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ വന്നാലും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പരിശുദ്ധ അമ്മയോടാണ്. അമ്മ എല്ലാവരെയും സ്നേഹിക്കുന്നു, ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും തൻ്റെ മാറോട് ചേർത്ത് തൻ്റെ മകൻ, തൻ്റെ മകൾ എന്ന രീതിയിൽ തന്നെയാണ് അമ്മ എല്ലാവരെയും നോക്കിക്കാണുന്നത്. ആ അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കുവാനും ഈശോയെ ആരാധിക്കുവാനും ഈശോയെ മഹത്വപ്പെടുത്തുവാനും കിട്ടുന്ന മറ്റൊരു സുവർണ അവസരമാണ് ഈ അവസരം. വേണ്ട വിധത്തിൽ എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് അറിയിക്കുന്നു. സെപ്റ്റംബർ 6, 7, 8 എന്നീ തീയതികളിൽ മരിയൻ കൺവെൻഷൻ സൂമിലൂടെ നടത്തുന്നുണ്ട്. അഭിവന്യരായ 3 പിതാക്കന്മാരുടെ ആശീർവാദമുണ്ടാകും. 3 പ്രശസ്തരായ ധ്യാന ഗുരുക്കന്മാരുടെ സന്ദേശം ഉണ്ടായിരിക്കും. വൈകിട്ട് 4 മണി മുതൽ 6:30 വരെയാണ് പ്രാർത്ഥന. അതിൻ്റെ ലിങ്ക് ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങൾ വിജയിപ്പിക്കുക. ഇത് അമ്മയുടെ ആഗ്രഹമാണ്. മരിയൻ പ്രഭാഷണം നമ്മൾ കേട്ട് അമ്മയെ കൂടുതലായി സ്നേഹിക്കുവാനും അമ്മയോട് ചേർന്നിരിക്കുവാനും നമുക്ക് അമ്മ തന്നെ ഒരുക്കി തരുന്ന വലിയ ഒരു അവസരമാണ്. ഈ അവസരം നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. മാക്സിമം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി നമ്മൾ ഇത് വിനിയോഗിക്കണം എന്ന് അറിയിക്കുന്നു. കാരണം നമ്മൾ അനേകം പാപം ചെയ്ത് കടന്നു പോകുന്ന വ്യക്തികളാണ്. ചില പാപങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഒരുപാട് പേരെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിയാതെ കടന്നു പോകുന്നു. അവയെല്ലാം കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ പാപങ്ങളുടെ കണക്കിൽ നമുക്ക് ഇളവ് കിട്ടണമെങ്കിൽ, മോചനം കിട്ടണമെങ്കിൽ, ആ മോചനം നമുക്കായി ഒരുക്കി തരുന്നതാണ് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള മരിയൻ ധ്യാനങ്ങൾ, ജപമാലകൾ, മറ്റു പ്രാർത്ഥനകൾ, പ്രദക്ഷിണങ്ങൾ, ഇതൊക്കെ നമ്മൾ ആ വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ മരണത്തിന് ശേഷം അമ്മ ഓർക്കും, ഈ വ്യക്തി ഭൂമിയിലായിരുന്നപ്പോൾ എന്നെ മഹത്വപ്പെടുത്തിയ വ്യക്തിയാണ്. എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ മരിയൻ പ്രഭാഷണത്തിൽ ഈ വ്യക്തി ഉണ്ടായിരുന്നു, സജീവമായി പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി ഇതാ എൻ്റെ മകനോട് അപേക്ഷ സമർപ്പിക്കാൻ പോവുകയാണ്, റെക്കമെൻഡേഷൻ ചെയ്യാൻ പോവുകയാണ്. ശുദ്ധീകരണ സ്ഥലത്ത് അധിക കാലം ഈ വ്യക്തിയെ കിടത്താൻ പാടില്ല, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. ഇവയാണ് നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണോ ഒരു റെക്കമെൻഡേഷൻ നടക്കുന്നത് അതുപോലെ തന്നെയാണ് സ്വർഗത്തിലും. പക്ഷേ സ്വർഗത്തിലെ റെക്കമെൻഡേഷന് സത്യസന്ധതയുണ്ട്. അത് ന്യായമുള്ള റെക്കമെൻഡേഷനാണ്, വേർതിരിവില്ലാത്ത റെക്കമെൻഡേഷനാണ്. നമ്മെ നോക്കിക്കാണും. കണക്ക് പുസ്തകം കൃത്യമായിട്ട് അമ്മ തൻ്റെ ഹൃദയമാണ് അമ്മയുടെ കണക്ക് പുസ്തകം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങളും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും മുഴുവനും അമ്മ തൻ്റെ ഹൃദയത്തിൽ കൃത്യം
കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കും. അത് ഓരോന്നായിട്ട് അമ്മ എടുത്ത് വായിച്ച് അങ്ങനെയായിരിക്കും നമ്മൾ ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുവാനായിട്ട് അമ്മ തയ്യാറാകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയെ സ്നേഹിക്കുന്നവർ, അമ്മയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മരിയൻ കൺവെൻഷനിൽ പങ്കുചേരണം എന്ന് അറിയിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അന്ന് സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു കായൽ പ്രദക്ഷിണം നടത്തുന്നുണ്ട്. മരിയൻ കായൽ പ്രദക്ഷിണം എന്നാണ് പേര്. കഴിഞ്ഞ വർഷം 2020 സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ, അതായത് എൻ്റെ പൗരോഹിത്യ ദിവസം എൻ്റെ അമ്മ എനിക്ക് സമ്മാനമായി നൽകിയ പരിശുദ്ധ അമ്മയുടെ ഒരു കൊച്ചു രൂപമുണ്ടായിരുന്നു. ആ കൊച്ചു തിരുസ്വരൂപവും എൻ്റെ സൈക്കിളിൽ വഹിച്ചുകൊണ്ട് അലങ്കരിച്ചുകൊണ്ട് ഞാൻ താമസിച്ചിരുന്ന, ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന മാവേലിക്കര മേഖലയിൽ ഞാൻ മരിയൻ സൈക്കിൾ പ്രദക്ഷിണം നടത്തിയിരുന്നു. അതിൻ്റെ ആ ഒരു സന്തോഷം വളരെ വലുതായിരുന്നു. അന്ന് അമ്മയെ ഞാൻ അന്ന് സ്നേഹിച്ചപ്പോൾ, അമ്മയെ ഞാൻ മഹത്വപ്പെടുത്തിയപ്പോൾ, അമ്മയെ ഞാൻ സമൂഹത്തിന് നൽകിയപ്പോൾ തിരിച്ച് അമ്മ എനിക്ക് നൽകിയ സമ്മാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോർച്ചുഗലിലെ ഫാത്തിമയിലുള്ള ഈ അത്ഭുത തിരുസ്വരൂപം. ഒരുപക്ഷെ ഞാൻ അപ്രകാരം ഒരു പ്രദക്ഷിണം നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ തിരുസ്വരൂപം നമുക്ക് വടക്കും ഭാഗം ദേവാലയത്തിൽ ലഭിക്കുകയില്ലായിരുന്നു. നോക്കണം, ഇത് ചെറിയ ഒരു കാര്യമല്ല. അപ്പം ഞാനൊരു ചെറിയ കാര്യം ചെയ്തപ്പോൾ എനിക്ക് അമ്മ വലിയ കാര്യം ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ അടുത്ത ജന്മദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് 2021. ഈ ജന്മദിനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാളും വലിയ ഒരു പ്രചരണമാണ് നടത്താൻ പോകുന്നത്. പരിശുദ്ധ അമ്മയെ സമൂഹത്തിന് കൊടുക്കാനാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഏതാനും ചില ആൾക്കാരുടെ ഇടയിലേക്ക് മാത്രം ഒതുങ്ങിയ ഒരു പ്രദക്ഷിണമായിരുന്നുവെങ്കിൽ ഇത്തവണ വളരെ വിശാലമായ ഒരു പ്രദക്ഷിണമാണ്. അഷ്ടമുടി കായലും കല്ലടയാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലാ സ്ഥലങ്ങളും കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏകദേശം 10 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 11 മണിക്കൂർ കൊണ്ട് യാത്ര. ഇവിടെ നിന്നും വടക്കും ഭാഗം തലമുകില്, കൊച്ചുതുരുത്ത്, വേളാങ്കണ്ണി മാതാ കുരിശടി, തെക്കും ഭാഗം അവിടെ നിന്ന് ശക്തികുളങ്ങര തുരുത്ത്, പിന്നെ മുക്കാട്, അരവിള, സാമ്പ്രാണിക്കോടി, കടവൂർ, അങ്ങനെ നീണ്ട് നേരെ പടപ്പക്കര, കുമ്പളം, കാഞ്ഞിരകോട്, മൺട്രോ തുരുത്ത്, കറങ്ങി, കോയിവിള, അരിനെല്ലൂർ, പാവുമ്പ, ലൂർദ്പുരം, തെക്കും ഭാഗം തിരിച്ച് വടക്കും ഭാഗത്തോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായി റൂട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞാൻ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ പ്രദേശത്ത്, ഈ അഷ്ടമുടി കായലിലും കല്ലടയാറ്റിലും തീരത്തും താമസിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയുക. 8-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 9:30 വരെയുള്ള മരിയൻ കായൽ പ്രദക്ഷിണത്തിന് മാതാവിനെ കാണുവാനായിട്ട്, ദർശിക്കുവാനായിട്ട്, ഒരുങ്ങി നിൽക്കുവാനായിട്ട് എങ്ങും സ്റ്റോപ്പില്ല. തീരത്തുകൂടി മാതാവിനെ വഹിച്ചുകൊണ്ടുള്ള തോണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവർക്ക് കരയിൽ നിന്നും കൂപ്പിയ കരങ്ങളോടുകൂടി അമ്മയെ എതിരേൽക്കുവാനും അമ്മയെ കാണുവാനും അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുവാനും സാധിക്കും. കായലിനെ ആശീർവദിച്ചുകൊണ്ട് കടന്നു പോകും. അഷ്ടമുടി കായലിനെയും കല്ലടയാറിൻ്റെയും തീരത്ത് വസിക്കുന്നവരെ പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നതായിരിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ ധാരാളം പേര് അമ്മയെക്കുറിച്ച് അറിയും. ആരാണ് ഈ അമ്മ? എന്തുകൊണ്ടാണ് ഈ അമ്മയെ ഇങ്ങനെ ഇത്രമാത്രം മഹത്വപ്പെടുത്തുന്നത്? പലരും അറിയാത്തവർ ചിന്തിക്കാൻ തുടങ്ങും. അമ്മയെ ധാരാളം പേർ വീണ്ടും അറിയാൻ തുടങ്ങും. ആ അമ്മയോട് സ്നേഹിക്കുവാനായിട്ട് തുടക്കം കുറിക്കും. ഇതെല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാണ്. ഈ ചിന്തകൾ തീർച്ചയായും വിജയിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെ മുമ്പിലുണ്ടാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ തിരുനാളിന് ഒക്ടോബർ 1 മുതൽ 13 വരെ തിരുനാളിന് പേരുകൾ നൽകുക. പരിശുദ്ധ അമ്മയുടെ മരിയൻ കായൽ പ്രദക്ഷിണത്തിൽ പൂർണ്ണമായും വിജയം വരിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിന് ധാരാളം ചെലവുകളുണ്ട്. ബോട്ട് അലങ്കരിക്കണം, മാതാവിനെ കൊണ്ടുപോകുന്ന സ്ഥലം അലങ്കരിക്കണം, ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. ആർക്കെങ്കിലും മരിയൻ കായൽ പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ നേർച്ചയായിട്ട് സംഭാവന നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർ
എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടവകയുടെ വടക്കുഭാഗ ഇടവകയുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അത് ഞാൻ അയച്ചു തരാം. ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ നേർച്ചപ്പണം നിക്ഷേപിക്കാവുന്നതാണ്. നിക്ഷേപിച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ച് പറയുകയും ചെയ്യണം, ഇത്ര രൂപ ഞാൻ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അറിയാതെ പോകും. കൃത്യമായിട്ട് ബാങ്കിൽ നിന്നും SMS വരാത്തത് കൊണ്ട് എനിക്കറിയാൻ പറ്റുകയില്ല. അപ്പോൾ പൈസ തരുന്നവർ അത് എന്നെ അറിയിക്കുകയും വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുകയാണ്. പരിശുദ്ധ അമ്മ നിങ്ങളുടെ സങ്കടം കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവലാതികൾ അമ്മ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ബാക്കി എല്ലാ കാര്യവും അമ്മ തന്നെ നോക്കിക്കോളും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.